നമസ്കാരം. ഇയാൻസി എഡ്യൂമെന്റിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് നിങ്ങൾ എല്ലാവരെയും സ്നേഹപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് ഇയർ അക്കൗണ്ടൻസി +1 അക്കൗണ്ടൻസിയുടെ 4th ചാപ്റ്റർ. അതിൽ നമ്മൾ സബ് ഡിവിഷൻ ഓഫ് ജേണലാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. സബ് ഡിവിഷൻ ഓഫ് ജേണൽ അല്ലെങ്കിൽ ഡേ ബുക്കിൽ പ്രധാനമായിട്ട് ക്യാഷ് ബുക്ക് നമുക്ക് 3 തരം ഈ വർഷം പഠിക്കേണ്ടത് നേരത്തെ പഠിപ്പിച്ച ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്നാമത്തേത് സിംഗിൾ കോളം ക്യാഷ് ബുക്ക് അല്ലെങ്കിൽ സിമ്പിൾ ക്യാഷ് ബുക്ക്, രണ്ടാമത്തേത് ഡബിൾ കോളം ക്യാഷ് ബുക്ക്, ദെൻ മൂന്നാമത്തേത് പെറ്റി ക്യാഷ് ബുക്ക്. മൂന്നാമത്തെ നമ്മൾ പഠിക്കാൻ പോവാണ് പെറ്റി ക്യാഷ് ബുക്ക്. ഓക്കെ, പെറ്റി ക്യാഷ് ബുക്കാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ബുക്ക് എങ്ങനെയായിരിക്കും? എല്ലാ ട്രാൻസാക്ഷൻസും കൂടെ വലുതും ചെറുതുമായിട്ടുള്ള അതിൽ ചെറിയ ട്രാൻസാക്ഷൻസ്, സ്മോൾ പേയ്മെന്റ്സ്, ടെലിഫോൺ ബില്ല് അടയ്ക്കുന്നതായിക്കോട്ടെ, പോസ്റ്റേജ് ചെയ്യുന്നതായിക്കോട്ടെ, ദെൻ കാർട്ടേജ് ഫീ, കാരേജ് ഫീ, സ്റ്റേഷനറി ഐറ്റംസ് വാങ്ങുന്നത്, ഓഫീസ് എക്സ്പെൻസസ് വാങ്ങുന്നത്, അതെല്ലാം തന്നെ താരതമ്യേന ചെറിയ തുകയുടെ ട്രാൻസാക്ഷൻസ് ആയിരിക്കും. ഇവയെല്ലാം നമ്മുടെ ഈ ക്യാഷ് ബുക്കിൽ റെക്കോർഡ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ അത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. നമുക്ക് ക്യാഷ് ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വളരെ ഡിഫിക്കൽട്ട് ആയ ഒരു പ്രൊസീജിയർ ആയിരിക്കും. അതുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ക്യാഷ് ബുക്കിൽ ഇമ്പോർട്ടൻ്റ് ഉള്ള ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുകയും ചെറിയ പേയ്മെന്റ്സ്, പെറ്റി പേയ്മെന്റ്സ് എന്നും സ്മോൾ പേയ്മെന്റ്സ് എന്ന് പറയുന്ന ചെറിയ ചെറിയ പേയ്മെന്റ്സ് എല്ലാം നമ്മൾ എവിടെ റെക്കോർഡ് ചെയ്യുന്നു? വേറൊരു സെപ്പറേറ്റ് ബുക്കിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുകയാണ്. ഫോർ എക്സാമ്പിൾ, ടെലിഫോൺ ബില്ല്, ഇലക്ട്രിസിറ്റി ബില്ല്, ടാക്സി ഫെയർ, ദെൻ കാർട്ടേജ്, പോസ്റ്റേജ്, ദെൻ പർച്ചേസിംഗ് ഓഫ് സ്റ്റേഷനറി, ഇവയെല്ലാം ബിസിനസ് സ്ഥാപനത്തിനെ സംബന്ധിച്ചിടത്തോളം ചെറിയ ചെറിയ പേയ്മെന്റ് ആണ്, സ്മോൾ പേയ്മെന്റ്സ് അല്ലെങ്കിൽ പെറ്റി പേയ്മെന്റ്സ് എന്ന് പറയുന്നു. ഇത്തരം പേയ്മെന്റ്സ് എല്ലാം തന്നെ നമ്മൾ ക്യാഷ് ബുക്കിൽ റെക്കോർഡ് ചെയ്യാറില്ല. പകരം ഈ സ്മോൾ പേയ്മെന്റ്സ് എല്ലാം റെക്കോർഡ് ചെയ്യാൻ വേണ്ടി ഒരു സെപ്പറേറ്റ് ക്യാഷ് ബുക്ക് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ആ സെപ്പറേറ്റ് ക്യാഷ് ബുക്ക് ഫോർ സ്മോൾ പേയ്മെന്റ്സ് അല്ലെങ്കിൽ പെറ്റി പേയ്മെന്റ്സിന് വേണ്ടി, സ്മോൾ പേയ്മെന്റ്സ് അല്ലെങ്കിൽ പെറ്റി പേയ്മെന്റ്സ് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി സൂക്ഷിക്കുന്ന ഒരു സെപ്പറേറ്റ് ക്യാഷ് ബുക്കിന് പറഞ്ഞ പേരാണ് പെറ്റി ക്യാഷ് ബുക്ക്. ഈ പെറ്റി ക്യാഷ് ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്ന കാഷ്യറെ പറയുന്ന പേര് പെറ്റി കാഷ്യർ. ഓക്കെ, മെയിൻ കാഷ്യർ ഉണ്ട്. മെയിൻ കാഷ്യർ എന്ന് വെച്ചാൽ ബിസിനസ് സ്ഥാപനത്തിന്റെ മെയിൻ ക്യാഷ് ബുക്ക് റെക്കോർഡ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളാണ് കാഷ്യർ. അദ്ദേഹത്തിന്റെ കീഴിൽ ജോയിൻ ചെയ്യുന്ന ഒരു പെറ്റി കാഷ്യർ ഈ സ്മോൾ പേയ്മെന്റ്സിന് വേണ്ടിയിട്ടുള്ള റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പെറ്റി കാഷ്യറാണ് ഈ പെറ്റി ക്യാഷ് ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പൊ എന്താണ് പെറ്റി ക്യാഷ് ബുക്ക്? പെറ്റി ക്യാഷ് ബുക്ക് ഈസ് എ ക്യാഷ് ബുക്ക് മെയിൻറ്റെയിൻഡ് ബൈ ദ പെറ്റി കാഷ്യർ to record petty payments made in the particular accounting period. ഒരു പ്രത്യേക കാലയളവ്, ചിലപ്പോൾ ഒരാഴ്ചത്തേക്കായിരിക്കാം ഉള്ള ചെറിയ ചെറിയ പേയ്മെന്റ്സ് എല്ലാം റെക്കോർഡ് ചെയ്യുന്നു, അതല്ലെങ്കിൽ 2 ആഴ്ചത്തേക്കുള്ളതായിരിക്കാം. അങ്ങനെ ഒരു പ്രത്യേക അക്കൗണ്ടിങ് കാലയളവിൽ ഉണ്ടാകുന്ന സ്മോൾ പേയ്മെന്റ്സ് എല്ലാം റെക്കോർഡ് ചെയ്യാൻ വേണ്ടി പെറ്റി കാഷ്യർ മെയിൻറ്റെയിൻ ചെയ്യുന്ന ക്യാഷ് ബുക്കിന് പറഞ്ഞ പേരാണ് പെറ്റി ക്യാഷ് ബുക്ക്. പെറ്റി ക്യാഷ് ബുക്ക് റെക്കോർഡ് ചെയ്യപ്പെടുന്നത് ഇംപ്രസ്ഡ് സിസ്റ്റം എന്ന് പറയുന്നു. പെറ്റി ക്യാഷ് ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഏത് രീതിയാണ്? ഇംപ്രസ്ഡ്. ഈ വാക്ക് ഓർമ്മിക്കുക. ഇംപ്രസ്ഡ് മീൻസ് അഡ്വാൻസ് എന്ന് വെച്ചാൽ ഒരു ഫിക്സഡ് എമൗണ്ട്. ഇംപ്രസ്ഡ് മീൻസ് അഡ്വാൻസ് എന്ന് പറയുന്നു. ഒരു ഫിക്സഡ് എമൗണ്ട് മെയിൻ കാഷ്യർ എന്ത് ചെയ്യുന്നുണ്ട്? പെറ്റി കാഷ്യർക്ക് അഡ്വാൻസ് ആയി നൽകുന്നു. ആ കാലയളവ് ബിഗിനിങ് ഓഫ് ദ പീരീഡ് ആകുമ്പോൾ തന്നെ നമ്മുടെ ഇപ്പൊ അടുത്ത 2 ആഴ്ചത്തേക്ക് ഉണ്ടാകുന്ന ചെറിയ ചെലവുകൾ മീറ്റ് ചെയ്യാൻ വേണ്ടി മെയിൻ കാഷ്യർ പെറ്റി കാഷ്യർക്ക് ഒരു ഫിക്സഡ് എമൗണ്ട് അഡ്വാൻസ് ആയി നൽകുന്നു. ഈ അങ്ങനെ അഡ്വാൻസ് മുൻകൂറായി തന്നെ ചെലവാക്കുന്നതിന് ആവശ്യമുള്ള തുക മെയിൻ കാഷ്യർ പെറ്റി കാഷ്യർക്ക് മുൻകൂറായി അഡ്വാൻസ് ചെയ്യുന്നത് കൊണ്ടാണ് ഈ പെറ്റി ക്യാഷ് ബുക്ക് നമ്മൾ ഏത് രീതിയിലാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? ഇംപ്രസ്ഡ് സിസ്റ്റം എന്ന് നമ്മൾ പറയുന്നത്. എന്താണ് ഇംപ്രസ്ഡ് സിസ്റ്റം ഓഫ് പെറ്റി ക്യാഷ് ബുക്ക്? ദ ടേം ഇംപ്രസ്ഡ് മീൻസ് അഡ്വാൻസ്. ഇംപ്രസ്ഡ് എന്ന് വെച്ചാൽ എന്താണ്? അഡ്വാൻസ് ചെയ്യുക, മുൻകൂറായി നൽകുക. Under the system, a petty cash, ഒരു നിശ്ചിത തുക, a fixed amount is advanced to the petty cashier at the beginning of a period by the main cashier. മെയിൻ കാഷ്യർ പെറ്റി കാഷ്യർക്ക് നമ്മുടെ അക്കൗണ്ടിംഗ് പീരീഡിന്റെ തുടക്കത്തിൽ തന്നെ ഒരു ഫിക്സഡ് എമൗണ്ട് അഡ്വാൻസ് ആയി നൽകുന്നു. ആ ഫിക്സഡ് എമൗണ്ട് അഡ്വാൻസ് ആയി നൽകുന്നുണ്ടെങ്കിൽ ആ തുകയെ പറയുന്ന പേര് ഇംപ്രസ്ഡ് എമൗണ്ട്. തുകയെ പറഞ്ഞ പേര് ഇംപ്രസ് എമൗണ്ട് നമ്മൾ പറയുന്നത്. ഫിക്സഡ് എമൗണ്ട് അഡ്വാൻസ് ആയി മെയിൻ കാഷ്യർ പെറ്റി കാഷ്യർക്ക് നൽകുന്ന അഡ്വാൻസ് എമൗണ്ടിന് പറഞ്ഞ പേര് ഇംപ്രസ്ഡ് എമൗണ്ട് എന്ന് പറയുന്നു. ആ രീതിയിൽ അഡ്വാൻസ് ചെയ്തുകൊണ്ട് തയ്യാറാക്കുന്ന പെറ്റി ക്യാഷ് ബുക്കാണ് നമ്മൾ പറയുന്നത് ഇംപ്രസ്ഡ് സിസ്റ്റം ഓഫ് പെറ്റി ക്യാഷ് ബുക്ക് എന്ന് നമ്മൾ പറയുന്നു. പെറ്റി ക്യാഷ് ബുക്ക് പ്രധാനമായിട്ടും 2 തരമുണ്ട്. ഒന്നാമത്തേത് സിമ്പിൾ പെറ്റി ക്യാഷ് ബുക്ക്, രണ്ടാമത്തേത് അനലിറ്റിക്കൽ അല്ലെങ്കിൽ കോളംനാർ പെറ്റി ക്യാഷ് ബുക്ക്.
പെറ്റി ക്യാഷ് ബുക്ക് എത്ര തരമുണ്ട്? 2 തരം. ഒന്നാമത്തേത് സിമ്പിൾ പെറ്റി ക്യാഷ് ബുക്ക്. സാധാരണ ക്യാഷ് ബുക്ക് പോലെ തന്നെ റെസീറ്റ്സ് എല്ലാം നമ്മുടെ മെയിൻ ക്യാഷറിന്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന തുക റെസീറ്റ്സ് എഴുതുന്നു. ദെൻ പേയ്മെന്റ്സ് എല്ലാം പേയ്മെന്റ് സൈഡിൽ റെക്കോർഡ് ചെയ്യുന്നു. അതാണ് സിമ്പിൾ ക്യാഷ് ബുക്ക്. നമ്മൾ തയ്യാറാക്കിയ സിമ്പിൾ ക്യാഷ് ബുക്ക് പോലെ തന്നെയാണ് ഈ പെറ്റി ക്യാഷ് ബുക്ക് തയ്യാറാക്കുന്നത്. പക്ഷെ രണ്ടാമത്തത് നമുക്ക് തയ്യാറാക്കേണ്ടത് അനലിറ്റിക്കൽ പെറ്റി ക്യാഷ് ബുക്കിലാണെങ്കിൽ ഒരു റെസീറ്റ്സ് കോളം, ഒരു റെസീറ്റ് വശത്ത് ഒരു എമൗണ്ട് കോളം, പക്ഷെ പേയ്മെന്റ് സൈഡാണെങ്കിൽ കൂടുതൽ എമൗണ്ട് കോളം ഉണ്ടാകുന്നുണ്ട്. കാരണം നമ്മൾ പോസ്റ്റേജിന് കൊടുക്കുന്ന തുക ഒരു പ്രത്യേക എമൗണ്ട് കോളം. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ആവർത്തിച്ച് വരുന്ന പെറ്റി പേയ്മെന്റ്സ് റെക്കോർഡ് ചെയ്യാൻ ഓരോരോ എമൗണ്ട് കോളം നമുക്ക് കൊടുക്കേണ്ടതായി വരുന്നത്. അപ്പൊ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് സ്റ്റാമ്പ് വാങ്ങിക്കണം, പോസ്റ്റേജ് എന്താണ്, നമുക്ക് ഒരിടത്തൊക്കെ ലെറ്റേഴ്സ് അയക്കാനുണ്ട്, ഓർഡറൊക്കെ അയക്കാനുണ്ടെങ്കിൽ നമുക്ക് പോസ്റ്റേജ് എപ്പോഴും ഉണ്ടാകുന്നുണ്ട്. അപ്പൊ ആ ചെലവ് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി പോസ്റ്റേജ് ഉണ്ടാകും. ദെൻ ട്രാവലിംഗ് എക്സ്പെൻസ് ഉണ്ടാകുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ട്രാവലിംഗ് എക്സ്പെൻസ് കൊടുക്കേണ്ടതായി വരുന്നുണ്ട്. അത് റെക്കോർഡ് ചെയ്യാൻ ഒരു പ്രത്യേക ട്രാവലിംഗ് എക്സ്പെൻസ് അല്ലെങ്കിൽ ട്രാവലിംഗ് അലവൻസ് എന്നൊരു കോളം നമുക്ക് വേണ്ടി വരുന്നുണ്ട്. ദെൻ സ്റ്റേഷനറി ഐറ്റംസ് വാങ്ങാൻ വേണ്ടി ഒരു പ്രത്യേക കോളം. അങ്ങനെ കൂടുതൽ പേയ്മെന്റ് സൈഡ് കൂടുതൽ എമൗണ്ട് കോളം വരുന്നതുകൊണ്ട് നമ്മൾ അതിനെ പറഞ്ഞ പേരാണ് അനലിറ്റിക്കൽ അല്ലെങ്കിൽ കോളംനാർ പെറ്റി ക്യാഷ് ബുക്ക് എന്ന് പറയുന്നത്. Okay, analytical and columnar petty cash book. Under this method, a number of columns for the amount on the payment side. Payment side കൂടുതൽ amount column നമ്മൾ കൊടുക്കുന്നുണ്ട് for recording each and every payments. The other amount columns are provided for items of repetitive nature. നമുക്ക് ഒരു ടോട്ടൽ എമൗണ്ട് കോളം കൂടാതെ ഇടയ്ക്കിടയ്ക്ക് ആവർത്തിച്ച് വരുന്ന ചെലവുകളെല്ലാം റെക്കോർഡ് ചെയ്യാൻ വേണ്ടി ഓരോരോ എമൗണ്ട് കോളം കൂടി നമ്മൾ നൽകാറുണ്ട്. ദെൻ ലാസ്റ്റ് ഏറ്റവും അവസാനം നമുക്ക് എമൗണ്ട് കോളത്തിന്റെ ഏറ്റവും അവസാനം ഒരു മിസലേനിയസ് കോളം ഉണ്ടായിരിക്കും. പ്രത്യേകിച്ച് ഇപ്പം റെക്കോർഡ് ചെയ്യപ്പെടാൻ നമുക്ക് റെപ്പറ്റീവ് അല്ലാതെ ചില ഐറ്റംസ് ഉണ്ടാകും, മിസലേനിയസ് അതർ എക്സ്പെൻസസ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അവ റെക്കോർഡ് ചെയ്യാൻ ഒരു മിസലേനിയസ് കോളം ഉണ്ടാകും. ദെൻ ലാസ്റ്റ് ഒരു റിമാർക്ക് കോളം ഉണ്ടാകും. ഓരോന്നിനും പ്രത്യേകം കോളം കൊടുക്കുന്നതുകൊണ്ടാണ് രണ്ടാമത്തെ പെറ്റി ക്യാഷ് ബുക്കിന് പറഞ്ഞ പേര് അനലിറ്റിക്കൽ കോളം അല്ലെങ്കിൽ കോളംനാർ പെറ്റി ക്യാഷ് ബുക്ക് എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം ഒരു പെറ്റി എന്താണ് പെറ്റി ക്യാഷ് ബുക്ക്. പെറ്റി ക്യാഷ് ബുക്ക് എന്ന് വെച്ചാൽ പെറ്റി കാഷ്യർ പെറ്റി പേയ്മെന്റ്സിന് വേണ്ടി സ്മോൾ പേയ്മെന്റ്സിന് വേണ്ടി തയ്യാറാക്കുന്ന ഒരു ക്യാഷ് ബുക്കാണ് പെറ്റി ക്യാഷ് ബുക്ക്. നമ്മുടെ അക്കൗണ്ടിങ് പീരീഡിന്റെ തുടക്കത്തിൽ തന്നെ മെയിൻ കാഷ്യർ ഒരു ഫിക്സഡ് എമൗണ്ട്, അതിനെ പറഞ്ഞ പേര് ഇംപ്രസ് എമൗണ്ട്, ഒരു ഫിക്സഡ് എമൗണ്ട് പെറ്റി കാഷ്യർക്ക് നൽകാറുണ്ട്. ആ തുക ഉപയോഗിച്ചാണ് അദ്ദേഹം ഈ സ്മോൾ പേയ്മെന്റ്സ് നൽകുന്നത്. ലാസ്റ്റ് പെറ്റി ക്യാഷ് ബുക്കിന്റെ ആ അക്കൗണ്ടിങ് പീരീഡിന്റെ അവസാനം ഇതിനെ നമ്മൾ ബാലൻസ് ചെയ്യും. ബാലൻസ് ചെയ്യുമ്പോൾ എല്ലാ കോളവും നമ്മുടെ ടോട്ടൽ കോളം ഒഴികെയുള്ള എല്ലാ പേയ്മെന്റ്സ് കോളംസ് കൂട്ടുമ്പോൾ ഈക്വൽ ആയിരിക്കണം. ഏതിന്? ടോട്ടൽ പേയ്മെന്റ് കോളത്തിന് ഈക്വൽ ആയിരിക്കണം. അത് നമുക്ക് കണക്ക് ചെയ്യുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും എങ്ങനെയാണ് പെറ്റി ക്യാഷ് ബുക്ക് തയ്യാറാക്കുന്നത്. പ്രധാനമായിട്ട് നമ്മൾ തയ്യാറാക്കുന്നത് അനലിറ്റിക്കൽ പെറ്റി ക്യാഷ് ബുക്കാണ് കൂടുതൽ നമ്മൾ തയ്യാറാക്കുന്നത്. പെറ്റി ക്യാഷ് ബുക്കിന്റെ ഫോർമാറ്റ് എങ്ങനെയാണ് നമുക്ക് നോക്കാം. പെറ്റി ക്യാഷ് ബുക്കിന്റെ ഫോർമാറ്റ് മുകളിൽ നമുക്ക് പെറ്റി ക്യാഷ് ബുക്ക്, ഞാൻ പറഞ്ഞു നമുക്ക് സാധാരണ ക്യാഷ് ബുക്കിൽ 2 സൈഡ് ഉണ്ട്, ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും. ദെൻ ഡെബിറ്റ് സൈഡ് നമുക്ക് റെസീറ്റ് ആണ്. നമുക്ക് ആദ്യം തന്നെ നമുക്ക് റെസീറ്റ്സ് ആണ് നമുക്ക് കാണിക്കുന്നത്. മെയിൻ ക്യാഷിന്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന തുക ഇവിടെ കാണിക്കും. ദെൻ ഡേറ്റ് ശ്രദ്ധിക്കുക വരയ്ക്കുന്ന രീതി. ദെൻ പർട്ടിക്കുലേഴ്സ്, വൗച്ചർ നമ്പർ, ടോട്ടൽ പേയ്മെന്റ്സ് അല്ലെങ്കിൽ ടോട്ടൽ എമൗണ്ട്. ദെൻ ഓരോന്ന് പ്രത്യേകം കൊടുക്കുക. ഇപ്പോൾ ട്രാവലിംഗ് എക്സ്പെൻസിന് ട്രാവലിംഗ് അലവൻസ് എന്ന്. ദെൻ സ്റ്റേഷനറി വാങ്ങാൻ വേണ്ടി ഒരു പ്രത്യേക കോളം, അതിന്റെ ചെലവുകൾക്കെല്ലാം സ്റ്റേഷനറി. ദെൻ കാർട്ടേജ്, നമ്മുടെ ക്വസ്റ്റ്യൻ പ്രകാരം നമുക്ക് എന്തൊക്കെ ഐറ്റംസ് വരുന്നുണ്ടോ അവയെല്ലാം നമ്മൾ ഇവിടെ കൊടുക്കണം. ഓക്കെ, അപ്പൊ ഇത് തന്നെ ആവണമെന്നില്ല. ഇവിടെ നമുക്ക് ഐറ്റംസ് നമ്മുടെ ക്വസ്റ്റ്യനിൽ എന്തൊക്കെയാണോ വരുന്നത് അത് നോക്കുക. അത് റെപ്പറ്റേഷൻ ആണെങ്കിൽ അവയെല്ലാം നമ്മൾ ഇവിടെ കൊടുക്കണം. ദെൻ കാർട്ടേജ് സാധാരണ രീതിയിൽ വരുന്ന ചെലവുകളാണ് ഞാൻ ഈ പറയുന്നത്. ദെൻ ഓഫീസ് എക്സ്പെൻസസ് വരാറുണ്ട്. ദെൻ നമുക്ക് ഇതിലൊന്നും ഉൾപ്പെടാത്ത ഐറ്റംസ് ഉണ്ടെങ്കിൽ, ഈ പറഞ്ഞതിലൊന്നും ഉൾപ്പെടാത്ത ഐറ്റംസ് ഉണ്ടെങ്കിൽ നമ്മൾ അത് കാണിക്കുന്നതാണ് മിസലേനിയസ്. ലാസ്റ്റ് റിമാർക്ക്. ഇതാണ് പ്രധാനമായിട്ടും ഒരു പെറ്റി ക്യാഷ് ബുക്കിന്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത്.
നോക്കിക്കോളൂ. ആദ്യം റെസീറ്റ് സൈഡ് നമ്മൾ റെസീറ്റ് നമ്മുടെ മെയിൻ ക്യാഷിന്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന എമൗണ്ട് എഴുതുന്നു. ദെൻ ഡേറ്റ് കോളം, ദെൻ പർട്ടിക്കുലർ കോളം, ദെൻ വൗച്ചർ നമ്പർ, ടോട്ടൽ എമൗണ്ട് കോളം. നമ്മൾ ഇവിടെ എഴുതുന്ന ഓരോ എമൗണ്ട് ആദ്യം തന്നെ റെക്കോർഡ് ചെയ്യുന്ന ടോട്ടൽ എമൗണ്ട് കോളം നമുക്ക് കണക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിക്കോളും. ദെൻ ഓരോ നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന എക്സ്പെൻസസ് അല്ലെങ്കിൽ പെറ്റി പേയ്മെന്റ്സ് ഏതാണെന്ന് നോക്കുക. അവയുടെ പ്രധാനപ്പെട്ട ആവർത്തിച്ച് വരുന്ന പേയ്മെന്റ്സ് ഉണ്ടെങ്കിൽ അവയ്ക്ക് നമ്മൾ പ്രത്യേക ഹെഡിങ് കൊടുക്കണം. ഇവയിൽ ഉൾപ്പെടാത്ത പേയ്മെന്റ്സ് ഉണ്ടെങ്കിൽ അത് നമ്മൾ മിസലേനിയസ് എന്ന കോളത്തിൽ റെക്കോർഡ് ചെയ്യും. നേച്ചർ ഓഫ് പേയ്മെന്റ് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി റിമാർക്ക് കോളം ഉണ്ടായിരിക്കും. ഓക്കെ, ഇതാണ് പെറ്റി ക്യാഷ് ബുക്കിന്റെ ഫോർമാറ്റ്. നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്യാം, എങ്ങനെയാണ് നമുക്ക് പെറ്റി ക്യാഷ് ബുക്ക് റെക്കോർഡ് ചെയ്ത് അതിന്റെ പോസ്റ്റിംഗ് കഴിഞ്ഞും ബാലൻസിങ് എങ്ങനെയാണ് നമുക്ക് നോക്കാം. ഓക്കെ, ഇപ്പൊ ഞാനിവിടെ ഒരു ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. പെറ്റി ക്യാഷ് ബുക്കിന്റെ എങ്ങനെ നമുക്ക് സിമ്പിൾ ആയിട്ട് അനലിറ്റിക്കൽ പെറ്റി ക്യാഷ് ബുക്ക് എങ്ങനെ തയ്യാറാക്കാൻ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. അതിന്റെ ഫോർമാറ്റും വരച്ചിട്ടുണ്ട്. ഫോർമാറ്റ് ഓർമ്മിക്കുക. നമുക്കിവിടെ ഡെബിറ്റ് സൈഡ്, ദെൻ ക്രെഡിറ്റ് സൈഡ്. ഇവിടെ ആദ്യം നമുക്ക് വരുന്നത് ഞാൻ പറഞ്ഞിരുന്നു, പെറ്റി മെയിൻ ക്യാഷിന്റെ കയ്യിൽ നിന്ന് പെറ്റി ക്യാഷിർക്ക് കിട്ടുന്ന തുക, റിസീവ്ഡ് അഡ്വാൻസ് ആയിട്ട് കിട്ടുന്ന തുക നമുക്ക് ആദ്യം ഇവിടെ കാണിക്കണം. റെസീറ്റ് സൈഡ്. ദെൻ അടുത്ത് വരുന്നത് ഡേറ്റ് എഴുതുന്ന രീതി ശ്രദ്ധിക്കുക. റെസീറ്റ്, ഡേറ്റ്, ദെൻ പർട്ടിക്കുലേഴ്സ്, VN വൗച്ചർ നമ്പർ, ദെൻ ടോട്ടൽ എമൗണ്ട് എഴുതുന്നത് ഇവിടെയാണ്, ടോട്ടൽ എമൗണ്ട്. അടുത്ത് നമ്മളിവിടെ എന്തൊക്കെ എഴുതണമെന്ന് തീരുമാനിക്കണേ. ഇവിടെ നോക്കുക, ഇവിടെ ഏതൊക്കെയാണ് നമുക്ക് എഴുതേണ്ടത്. എന്താണ് എപ്പോഴും ആവർത്തിച്ച് വരുന്ന ഐറ്റംസ്. നമുക്ക് സ്റ്റേഷനറി എപ്പോഴും നമുക്ക് വരുന്നതാണ്. നമ്മൾ ഓരോ സാധനങ്ങൾ വാങ്ങുമ്പോൾ പേപ്പർ വാങ്ങി, പെൻസിൽ വാങ്ങി, ദെൻ പിൻ ക്ലിപ്പ് അങ്ങനെയൊക്കെ വാങ്ങുന്ന എല്ലാം സ്റ്റേഷനറി ഐറ്റംസ് ആണ്. സോ അതാദ്യം നമ്മൾ എഴുതുന്നുണ്ട്. ദെൻ ടാക്സി ഫെയർ, ട്രാവലിംഗ്. ഓക്കെ, നമുക്ക് എന്താണ് ടാക്സി ഫെയർ, ട്രാവലിംഗ് എക്സ്പെൻസ് ഒക്കെ എല്ലാം ഒരുമിച്ചാക്കാം. സോ അത് നമുക്ക് ട്രാവലിംഗ് എന്ന് കൊടുക്കാം. ട്രാവലിംഗ് എക്സ്പെൻസസ് കൊടുക്കാം. അങ്ങനെ ഒരു ഹെഡിങ് കൊടുത്തേക്കാം. ദെൻ പോസ്റ്റേജ് ആൻഡ് ടെലഗ്രാം, നമുക്ക് പോസ്റ്റേജുമായി ബന്ധപ്പെട്ട് പോസ്റ്റേജ് ആൻഡ് ടെലഗ്രാം നമുക്ക് ഒരു ഹെഡിങ് കൊടുത്തേക്കാം. ദെൻ നമുക്ക് അടുത്ത് കൊടുക്കേണ്ടത് എന്താണ് ആവർത്തിച്ച് വരുന്നത്, കാരേജ് ആൻഡ് കാർട്ടേജ്. കാരേജ് ആൻഡ് കാർട്ടേജ് നമുക്ക് ഒരുമിച്ച് കൊടുക്കാം. കാരേജ് ആൻഡ് കാർട്ടേജ്. ദെൻ ലാസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞു, ഇവയിലൊന്നും ഉൾപ്പെടാത്ത ഏതെങ്കിലും ഐറ്റംസ് ഉണ്ടെങ്കിൽ, പേയ്മെന്റ്സ് ഉണ്ടെങ്കിൽ അത് നമ്മൾ മിസലേനിയസ്, അത് എപ്പോഴും ഉണ്ടാവണം. കാരണം നമുക്ക് വല്ലപ്പോഴും നടക്കുന്ന ചിലവുകളുണ്ടെങ്കിൽ അവ മിസലേനിയസ് എക്സ്പെൻസ് കാണിക്കണം. അവയുടെ നേച്ചർ ഓഫ് പേയ്മെന്റ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ, അവയുടെ സ്വഭാവം മനസ്സിലാക്കാൻ, എന്താണെന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടി നമ്മളവിടെ റിമാർക്ക് കോളത്തിൽ എഴുതണം. എന്താണ് ഈ ചെലവ് ഉദ്ദേശിക്കുന്നതെന്ന് റിമാർക്ക് കോളത്തിൽ കാണിക്കണം. അപ്പൊ ഇതാണ് ഒരു ഏകദേശം സിമ്പിളാണ് പെറ്റി ക്യാഷ് ബുക്ക് തയ്യാറാക്കാൻ. നമ്മൾ ആദ്യം റെസീറ്റ് സൈഡിൽ നമ്മുടെ മെയിൻ ക്യാഷോടെ കയ്യിൽ നിന്ന് വാങ്ങിയ ക്യാഷ് എത്രയാണെന്ന് കാണിക്കുക. ഡേറ്റ് ഇവിടെ ഇപ്പൊ 2020 ഫെബ്രുവരി 1, 2020 ഫെബ്രുവരി 1-ാം തീയതി ക്യാഷ് റിസീവ്ഡ് ഫ്രം മെയിൻ ക്യാഷ്യർ. മെയിൻ ക്യാഷ്യറുടെ കയ്യിൽ നമുക്ക് ₹200 കിട്ടി. ഞാൻ ആദ്യം ഇവിടെ എഴുതുന്നുണ്ട് 200 ക്യാഷ്. ഓക്കെ, നോക്കിക്കോളൂ. ചെക്കാണ് കിട്ടിയെങ്കിൽ നമ്മളുടെ ബാങ്ക് എന്ന് എഴുതിയാണ്. ഇവിടെ ഇപ്പൊ നമുക്ക് അയാളുടെ കയ്യിൽ നിന്ന് മെയിൻ ക്യാഷറുടെ കയ്യിൽ നമുക്ക് ₹200 ക്യാഷ് ആണ് കിട്ടിയത്. സോ ക്യാഷ് നമ്മൾ പർട്ടിക്കുലർ കോളത്തിൽ ക്യാഷ് എന്ന് എഴുതി. ദെൻ റെസീറ്റ്സ് എഴുതി നമ്മൾ 200 എഴുതി കാണിച്ചു. അടുത്ത് നമ്മൾ പേയ്മെന്റ്സ്, ചെറിയ ചെറിയ പേയ്മെന്റ്സ് നടത്താൻ പോവുകയാണ്. അതിൽ ഒന്നാമത്തേത് സ്റ്റേഷനറി. ₹12 ₹12 നമുക്ക് സ്റ്റേഷനറി വാങ്ങാൻ കൊടുത്തു നമ്മൾ. അത് നമ്മൾ ഓർമ്മിക്കുക. എഴുതേണ്ട ഡേറ്റ് ഇവിടെ എഴുതണം, 2-ാം തീയതി സ്റ്റേഷനറി ചെയ്തോളൂ. അത് നമ്മൾ പേയ്മെന്റ് സൈഡ്, ഇതെല്ലാം പേയ്മെന്റ് സൈഡാണ്. ഇത് മാത്രമാണ് റെസീറ്റ് സൈഡ്. പേയ്മെന്റ് സൈഡിൽ ആദ്യം നമ്മൾ ടോട്ടൽ കോളത്തിൽ കാണിക്കുക ആ തുക. ആദ്യം നമ്മൾ ടോട്ടൽ എമൗണ്ട് കോളത്തിൽ കാണിച്ചതിന് ശേഷം മാത്രമേ സ്റ്റേഷനറി കോളത്തിൽ കാണിക്കാവൂ. ഓക്കെ, ഇതാണ് സ്റ്റേഷനറി ഐറ്റംസ് എഴുതേണ്ട കോളം. അവിടെ നമ്മൾ കാണിച്ചു. ദെൻ ടാക്സി ഫെയർ. ടാക്സി ഫെയർ ഞാൻ പറഞ്ഞു ട്രാവലിംഗ് എക്സ്പെൻസിൽ വരുന്നതാണ്. സോ നമുക്കിവിടെ ട്രാവലിംഗ് എക്സ്പെൻസ് എന്നൊരു കോളം ഉണ്ട്. അത് റെക്കോർഡ് ചെയ്ത രീതി, ഡേറ്റ് 4. ദെൻ ടാക്സി ഫെയർ. ടാക്സി ഫെയർ ആദ്യം നമ്മൾ റെക്കോർഡ് ചെയ്യണത് ടോട്ടൽ എമൗണ്ട് കോളത്തിൽ. എല്ലാ എക്സ്പെൻസും നമ്മൾ ടോട്ടൽ എമൗണ്ട് കോളത്തിൽ റെക്കോർഡ് ചെയ്യണം. 21. അപ്പോൾ ടാക്സി ഫെയർ വരുന്നത് ഏതാണ്, സ്റ്റേഷനറി ആണോ? അല്ല, അത് വരുന്നത് ട്രാവലിംഗ് എക്സ്പെൻസിലാണ്. സോ ട്രാവലിംഗ് എക്സ്പെൻസ് എന്ന കോളത്തിൽ നമ്മൾ ₹21 വീണ്ടും കാണിക്കുക. ദെൻ അടുത്ത് വരുന്നത് പോസ്റ്റേജ്. പോസ്റ്റേജ് ആൻഡ് ടെലഗ്രാം നമ്മൾ വേറൊരു കോളം കൊടുത്തിട്ടുണ്ട്, പോസ്റ്റേജ് ആൻഡ് ടെലഗ്രാം. അപ്പൊ അതിന്റെ ഡേറ്റ് കാണിക്കുക 5. പോസ്റ്റേജ് നമുക്ക് എന്തെങ്കിലും അയച്ചതുകൊണ്ട്, ഓക്കെ, കസ്റ്റമേഴ്സ് എന്തെങ്കിലും ലെറ്റേഴ്സ് അയക്കുന്നത് പോസ്റ്റേജ് ആദ്യം നമ്മളിവിടെ കാണിക്കണം. ടോട്ടൽ എമൗണ്ട് കോളത്തിൽ ആദ്യം എഴുതി കാണിക്കണം. പോസ്റ്റേജ് ₹16.50.
കണ്ടോ, ഇതൊക്കെയെല്ലാം ചെറിയ ചെറിയ പേയ്മെന്റ്സ്. അപ്പൊ ഇതെല്ലാം കൂടെ മെയിൻ ക്യാഷ് ബുക്കിൽ എഴുതി കഴിഞ്ഞാൽ ആകെ കൂടെ ഡിഫിക്കൽട്ട് ആയിരിക്കും നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് തന്നെ. അതുകൊണ്ടാണ് ഈ സ്മോൾ പേയ്മെന്റ്സ് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ പ്രത്യേക ക്യാഷ് ബുക്ക് തയ്യാറാക്കുന്നു. ആ സ്മോൾ പേയ്മെന്റ്സിന് തയ്യാറാക്കുന്ന ക്യാഷ് ബുക്കാണ് പെറ്റി ക്യാഷ് ബുക്ക്. ഈ 16 രൂപ 50 പൈസ ചെറിയ ചെറിയ തുകകളാണ് അതെല്ലാം. അപ്പം നമുക്ക് വന്നത് ഇപ്പൊ പോസ്റ്റേജ് ആണ്. പോസ്റ്റേജ് എവിടെ നമ്മൾ റെക്കോർഡ് ചെയ്യണം? പോസ്റ്റേജ് ആൻഡ് ടെലഗ്രാം. ആദ്യം നമ്മൾ ടോട്ടൽ എമൗണ്ട് കോളത്തിൽ റെക്കോർഡ് ചെയ്തു. ദെൻ പോസ്റ്റേജ് ആൻഡ് ടെലഗ്രാം എന്ന കോളത്തിൽ നമ്മൾ അതേ എമൗണ്ട് എഴുതുക. അടുത്ത് വരുന്നത് കാർട്ടേജ്. കാർട്ടേജ് ഞാൻ പറഞ്ഞു, കാർട്ടേജും ക്യാരേജിനും നമുക്കൊരു കോളം കൊടുത്തിട്ടുണ്ട് നമ്മളിവിടെ. സോ ഡേറ്റ് എഴുതുക 6-ാം തീയതി. കാർട്ടേജ് തുക എത്രയാണ്? 350, 3 രൂപ 50 പൈസ. അപ്പൊ അവിടെ നമ്മൾ ഇവിടെ ആദ്യം ടോട്ടൽ എമൗണ്ടിൽ എഴുതി കാണിച്ചു. ദെൻ അടുത്ത് അതിന്റെ പർട്ടിക്കുലർ കോളം പ്രത്യേകം ഉണ്ട്, അവിടെ നമ്മൾ എഴുതി കാണിക്കണം 350. ദെൻ നെക്സ്റ്റ് വന്നത് ടെലഗ്രാം. നമുക്ക് പ്രത്യേകം കോളം കൊടുത്തിട്ടുണ്ട്, പോസ്റ്റേജ് ആൻഡ് ടെലഗ്രാം. സോ ഡേറ്റ് എഴുതുക എത്രയാണോ? 9. ടെലഗ്രാം എത്ര രൂപ ചെലവായി? 8 രൂപ. 8 rupees. നമ്മൾ ആദ്യം 8 രൂപ ഇവിടെ എഴുതണം. അതിനുശേഷം എവിടെയാണോ അത് ചേർക്കേണ്ടത്, പോസ്റ്റേജ് ആൻഡ് ടെലഗ്രാം, നമ്മൾ വേറൊരു കോളം കൊടുത്തിട്ട് കൃത്യമായിട്ട് അവിടെ നമ്മൾ 8 രൂപ എഴുതി കാണിക്കുക. ദെൻ നെക്സ്റ്റ് വരുന്നത് പ്രിന്റിംഗ് ചാർജസ്. നമുക്ക് പ്രിന്റിംഗ് ചാർജസ് 14 രൂപ. നമ്മൾ പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി പ്രത്യേകം കൊടുത്തിട്ടുണ്ട്. പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി, ഓക്കെ. പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി നമ്മൾ ഒരു പ്രത്യേകം കോളം കൊടുത്തിട്ടുണ്ട്. അവിടെ നമ്മൾ ഈ പ്രിന്റിംഗ് ചാർജസ് എഴുതി കാണിക്കുക. ഡേറ്റ് 10. പ്രിന്റിംഗ് ചാർജസ് നമ്മൾ പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി എന്ന കോളത്തിലാണ് എഴുതുന്നത്. എമൗണ്ട് 14.60. എത്രയാണ്? 14 രൂപ 60 പൈസ. നമ്മൾ ആദ്യം ടോട്ടൽ എമൗണ്ട് കോളത്തിൽ കാണിക്കുന്നു. ദെൻ അത് നമ്മൾ സ്റ്റേഷനറി ഐറ്റംസിലൂടെ കാണിക്കുന്നു. പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി എന്ന കോളത്തിൽ കാണിക്കുന്നു 14.60. അടുത്ത് നമുക്ക് 11ാമത്തേത് പിൻസ് ആൻഡ് ക്ലിപ്സ്. ചെറിയ ചെറിയ ഐറ്റംസ് നമ്മൾ വാങ്ങിയതാണ്. പിൻസ് ക്ലിപ്സ് സ്റ്റേഷനറി ഐറ്റം ആണ്. സോ നമ്മൾ അത് ഡേറ്റ് എഴുതുന്നു 11. പിൻസ് ആൻഡ് ക്ലിപ്സ് 7 രൂപ 40 പൈസ. 7 രൂപ 40 പൈസ നമുക്ക് സ്റ്റേഷനറി ആയിട്ടാണ്. പിൻസ് ആൻഡ് ക്ലിപ്സ് ചെറിയ ചെറിയ ഐറ്റംസ് നമ്മൾ വാങ്ങുന്നതെല്ലാം സ്റ്റേഷനറി ഐറ്റത്തിലാണ് കാണിക്കുന്നത്. സോ അത് നമ്മൾ 7.40 എന്ന് കാണിച്ചു. ദെൻ അടുത്ത് വന്നത് റിഫ്രഷ്മെന്റ്. നമുക്കിവിടെ റിഫ്രഷ്മെന്റ് പ്രത്യേകിച്ച് കോളം കൊടുത്തിട്ടില്ല. ഏതൊരു കസ്റ്റമർ നമ്മളെ കാണാൻ വരുമ്പോൾ അദ്ദേഹത്തിന് ചായ അങ്ങനെയൊക്കെ വാങ്ങിച്ചത് റിഫ്രഷ്മെന്റ് ആയിട്ട് നമുക്ക് ചിലവായിട്ടുണ്ട്. ആ തുക നമ്മളിവിടെ മെയിൻ ഹെഡിങ് ആയിട്ട് കൊടുത്തിട്ടില്ല. അപ്പൊ നമ്മൾ അതെവിടെ കാണിക്കും? മിസലേനിയസ് അതർ പേയ്മെന്റ്സിന്റെ അവിടെ നമ്മൾ കാണിക്കുന്നു. ഡേറ്റ് 18. റിഫ്രഷ്മെന്റ് എമൗണ്ട് നമ്മൾ ആദ്യം ടോട്ടൽ എമൗണ്ട് കോളത്തിൽ കാണിക്കുന്നു 34. ദെൻ എവിടെ കാണിക്കണം? മിസലേനിയസ് കോളത്തിൽ കാണിക്കുക 34. അതിന്റെ നേച്ചർ എന്താണെന്നുള്ളത് ഇവിടെ കാണിക്കുക. ഇവിടെ എന്താണ് എഴുതി കാണിക്കുന്നത്? മിസലേനിയസ് എന്ന് വെച്ചാൽ എന്താണ് അത്? റിഫ്രഷ്മെന്റ് എന്ന് എഴുതി കാണിക്കുക. റിഫ്രഷ്മെന്റ് ടു എ കസ്റ്റമർ എന്ന് എഴുതി കാണിക്കുക. കാരണം മിസലേനിയസ് ആണ് എഴുതിയിരിക്കുന്നത്. അതെന്താണെന്ന്, നേച്ചർ എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ റിമാർക്ക് കോളത്തിലൂടെ കാണിച്ചു. ദെൻ നെക്സ്റ്റ് വൺ പറയുന്നത് 21 ട്രാവലിംഗ് എക്സ്പെൻസ്. നമുക്ക് ചിലവായത് 22 ആണ്. 22 നമ്മൾ ആദ്യം നമ്മുടെ ടോട്ടൽ എമൗണ്ട് കോളത്തിൽ എഴുതി കാണിച്ചു. 22 നമുക്ക് ട്രാവലിംഗ് ഇവിടെ വേറൊരു എമൗണ്ട് ഇതുണ്ട്, പ്രത്യേക ഹെഡിങ് ഉണ്ട്. സോ അവിടെ ട്രാവലിംഗ് എക്സ്പെൻസിനോട് നമ്മൾ 22 എഴുതി കാണിക്കുക. ദെൻ ശിവരാത്രി ഫെസ്റ്റിവലിന് കോൺട്രിബ്യൂഷൻ കൊടുത്തത് ഒരു കിടപ്പുണ്ട് 15 രൂപ. സോ നമ്മൾ അവിടെ അത് ശിവരാത്രി ഫെസ്റ്റിവൽ ഒന്നും ഇവിടെ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇവിടെ കാണിക്കും, മിസലേനിയസ് കോളത്തിൽ കാണിക്കും. സോ നമുക്ക് 24 ശിവരാത്രി ഫെസ്റ്റിവൽ കോൺട്രിബ്യൂഷൻ എമൗണ്ട് എത്രയാണ്? 15. നമ്മൾ ആദ്യം ടോട്ടൽ എമൗണ്ട് കോളത്തിൽ കാണിക്കുന്നു. ദെൻ ഇവിടെ പ്രത്യേകിച്ച് അതിന് കോളം കൊടുക്കാത്തത് കൊണ്ട് നമ്മൾ അതിനെ മിസലേനിയസ് കോളത്തിൽ കാണിക്കുന്നു 15. നമുക്കത് എന്താണെന്നുള്ള റിമാർക്ക് കോളത്തിൽ കാണിക്കുക ശിവരാത്രി ഫെസ്റ്റിവൽ. റിമാർക്ക് കോളത്തിൽ നമ്മൾ ശിവരാത്രി ഫെസ്റ്റിവൽ എന്ന് കാണിച്ചു. നെക്സ്റ്റ് വരുന്നത് കാരേജ് ആൻഡ് കാർട്ടേജ് നമ്മൾ കോളം കൊടുത്തിട്ടുണ്ട് പ്രത്യേകിച്ച്. സോ ഡേറ്റ് 27. കാരേജ് എമൗണ്ട് 18. നമ്മൾ ആദ്യം ടോട്ടൽ എല്ലാം തന്നെ ആദ്യം ടോട്ടൽ എമൗണ്ട് കോളത്തിൽ എഴുതണം. എഴുതിയിട്ട് അതിന്റെ സെപ്പറേറ്റ് കോളം കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ നേരെ കൊടുക്കുക. കാരേജ് ആൻഡ് കാർട്ടേജ് 18. ലാസ്റ്റ് റിപ്പയർ ടു എ ടൈപ്പ്റൈറ്റിംഗ് മെഷീൻ എന്തെങ്കിലും റിപ്പയർ ആയിട്ടുണ്ട്. അപ്പൊ അതിന് എത്ര രൂപ നമ്മൾ കൊടുക്കണം? ആ തുകയ്ക്ക് നമ്മൾ എവിടെയാണ് കാണിക്കേണ്ടത് നോക്കിക്കോളൂ. ഇവിടെ ഇപ്പൊ നമ്മള് റിപ്പയർ എക്സ്പെൻസ് ഒന്നും തന്നെ കൊടുക്കാത്തതുകൊണ്ട് നമ്മൾ അത് എവിടെ കാണിക്കുന്നു? മിസലേനിയസ് എക്സ്പെൻസിലാണ് കാണിക്കുന്നത്. 28 റിപ്പയർ ടു എ ടൈപ്പ്റൈറ്റർ എമൗണ്ട് 12.
12 നമുക്ക് വേറെ പ്രത്യേകിച്ച് കോളം കൊടുക്കാത്തത് കൊണ്ട് നമുക്ക് അതവിടെ കാണിക്കാം. മിസ്ലേനിയസിൽ കാണിക്കാം 12. ദെൻ അവിടെ നമുക്ക് റിപ്പയർ എന്ന് റിമാർക്ക് കോളത്തിൽ. അപ്പൊ മിസ്ലേനിയസിൽ കൊടുക്കുന്ന ഐറ്റംസിന്റെ നേച്ചർ എന്താണെന്ന് കൃത്യമായി കാണിക്കാൻ നമ്മൾ അവിടെ കാണിക്കണം. റിമാർക്ക് കോളത്തിൽ അത് കൊടുക്കുക എന്താണെന്നുള്ളത്, ഉദ്ദേശിക്കുന്നത് എന്താണെന്നുള്ളത്. അപ്പൊ ഇങ്ങനെയാണ് പോസ്റ്റിംഗ് നടത്തുന്നത്. ഇനിയുള്ളത് നമുക്ക് എന്താണ് ബാലൻസിങ് ചെയ്യുന്നതാണ്. ആദ്യം നമ്മൾ നോക്കുന്നത് ടോട്ടൽ എമൗണ്ട് കോളം കംപ്ലീറ്റ് കൂട്ടി നോക്കുക. ഈ ടോട്ടൽ എമൗണ്ട് കോളം കൂട്ടി നോക്കിയ ശേഷം നമ്മൾ ഓരോ എമൗണ്ട് കോളം കൂട്ടണം. ഓക്കെ, നമുക്ക് ടോട്ടൽ എമൗണ്ട് കോളം കൂട്ടുമ്പോഴേക്കും 184 കിട്ടും. 184 ടോട്ടൽ എമൗണ്ട് കോളം നമ്മൾ കൂട്ടി വെച്ചേക്കുക. അടുത്ത നമ്മൾ ഓരോ കോളവും കൂട്ടുക. അത് നമുക്ക് പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി കൂട്ടിയപ്പോഴേക്കും നമുക്ക് എത്രയാ വരുന്നത്? 22 34 34. ഇവിടെ നമ്മൾ എല്ലാം കൂടെ കൂട്ടിയപ്പോൾ 34 വരുന്നുണ്ട്. ദെൻ അടുത്ത് ഇവിടെ ട്രാവലിംഗ് എക്സ്പെൻസ് കൂട്ടി വെക്കുമ്പോഴേക്കും 43 വരുന്നുണ്ട്. 43. ദെൻ ഇവിടെ നമുക്ക് 24.50 24 രൂപ 50 പൈസ ഇവിടെ കൂട്ടിയപ്പോൾ വരുന്നുണ്ട്. ഇവിടെ നമുക്ക് 21.50. ദെൻ ഇവിടെ നമുക്ക് കൂട്ടിയപ്പോഴേക്കും 34 49 61 ഇവിടെ വരുന്നുണ്ട് ടോട്ടല്. ഇത്രയാണ് നമുക്ക്. അപ്പൊ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് ഈ ടോട്ടൽ എമൗണ്ട് കോളത്തിന് തുല്യമായിരിക്കണം ബാക്കിയുള്ള എല്ലാ എമൗണ്ടും കോളം കൂട്ടി നോക്കുമ്പോൾ. ഇവിടെ നമുക്ക് പേയ്മെന്റ്സ് ചെയ്ത് നോക്കിയപ്പോൾ 34 ഉണ്ട്, 43, 24.50, 21.50 ആൻഡ് 61. ഇതെല്ലാം കൂടെ കൂട്ടി നോക്കുമ്പോൾ ഏതിന് തുല്യമായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. 184 ഈക്വൽ ആയിരിക്കണം. എങ്കിലേ നമ്മൾ എല്ലാം റെക്കോർഡ് ചെയ്ത് നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കുള്ളൂ. അപ്പൊ ഈ എമൗണ്ട് എല്ലാം നമ്മൾ ടോട്ടൽ എമൗണ്ട് കോളം ബാക്കിയുള്ള എല്ലാ എക്സ്പെൻസും എല്ലാ പേയ്മെന്റ്സും കൂടെ കൂട്ടി നോക്കുമ്പോൾ എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. ഓക്കെ, ഇപ്പൊ ഇവിടെ ഇപ്പൊ നമുക്ക് 184 റുപ്പീസ് ചെലവായി കഴിഞ്ഞു. അപ്പൊ നമ്മുടെ കയ്യിൽ ആൾറെഡി എത്ര രൂപ ഉണ്ടായിരുന്നു? 200 രൂപ ഉണ്ടായിരുന്നു. അതിന്റെ ബാലൻസ് എത്രയായിരിക്കും നമ്മുടെ കയ്യിൽ കാണുക? അപ്പോൾ 184 ചെലവായി, ബാക്കി 16 റുപ്പീസ് ബാലൻസ് നമ്മൾ കാണിക്കണം. നമ്മൾ എഴുതുന്ന രീതി ഇവിടെ നമ്മൾ ഡേറ്റ് ലാസ്റ്റ് ഫെബ്രുവരി 28 ബാലൻസ് ക്യാരി ഡൗൺ ഇവിടെ നമ്മൾ 16 എന്ന് എഴുതി കാണിക്കുന്നുണ്ട്. ടോട്ടൽ ചെയ്യുന്നു. ഓക്കെ, നമുക്ക് ബാലൻസ് എത്രയാണെന്ന് ടോട്ടൽ ചെയ്യുക. ഇവിടെ നമുക്ക് 184 രൂപയായി. ഇനി നമുക്ക് എത്രയാണ്? 16 രൂപ ബാലൻസ് ഉണ്ട്. ഒരു പ്രാവശ്യം കൂടെ പകരം പെറ്റി ക്യാഷ് ബുക്ക് തയ്യാറാക്കാൻ വേണ്ടി നമുക്ക് ആദ്യം നമ്മൾ മെയിൻ ക്യാഷുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന എമൗണ്ട് എഴുതി കാണിക്കുക. റെസീറ്റ് സൈഡ് ആദ്യം നമുക്ക് തുടക്കമേ റെസീറ്റ് എന്നാണ്. ദെൻ ഡേറ്റ്, പർട്ടിക്കുലർ കോളം, അടുത്ത വൗച്ചർ നമ്പർ, ദെൻ ടോട്ടൽ എമൗണ്ട് നമുക്ക് ചിലവാകുന്ന ഓരോ പേയ്മെന്റും നമ്മൾ ആദ്യം ഇവിടെ എഴുതി കാണിക്കണം. അതിനുശേഷമാണ് അതിന്റെ റെസ്പെക്റ്റീവ് കോളത്തിൽ നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ടത്. നമ്മളിവിടെ എഴുതി അതിനുശേഷം നമ്മുടെ ആദ്യം ക്വസ്റ്റ്യൻ വായിച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഏതൊക്കെ കോളമാണ് പ്രത്യേകം കൊടുക്കേണ്ടത് എന്നുള്ളത്. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൃത്യമായി, അതായത് ഇതിന് പ്രത്യേകിച്ച് റൂളൊന്നുമില്ല. റിപ്പീറ്റായിട്ട് വരുന്ന പേയ്മെന്റ്സ് ഉണ്ടെങ്കിൽ അവയ്ക്കെല്ലാം ഒരു പ്രത്യേക കോളം നമ്മൾ കൊടുക്കുക. അവയിലൊന്നും വരാത്തത് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് ഏതിലാണ്? മിസ്ലേനിയസ് കോളത്തിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അതെന്താണ് ആ ട്രാൻസാക്ഷൻ സൂചിപ്പിക്കുന്നതെന്ന് റിമാർക്ക് കോളത്തിൽ എഴുതുകയും വേണം. ദെൻ നമ്മൾ ടോട്ടൽ ചെയ്യുക. ആദ്യം നമ്മൾ ടോട്ടൽ എമൗണ്ട് കൂട്ടിയിരിക്കുക. ഇതിന് തുല്യമായിരിക്കണം ബാക്കിയുള്ള എല്ലാ പേയ്മെന്റ്സും. ഇത്രയുമാണ് പെറ്റി ക്യാഷ് ബുക്ക്. നമ്മുടെ മെയിൻ കാഷ്യർ പെറ്റി ക്യാഷ്യർക്ക് ഒരു തുക അഡ്വാൻസായി നൽകുന്നു. ആ അഡ്വാൻസ് തുക ഉപയോഗിച്ചുകൊണ്ട് സ്മോൾ പേയ്മെന്റ്സ് നടത്തി അതെല്ലാം റെക്കോർഡ് ചെയ്യുന്ന ഒരു സെപ്പറേറ്റ് ബുക്കിന് പറഞ്ഞ പേരാണ് പെറ്റി ക്യാഷ് ബുക്ക്. ആ പെറ്റി ക്യാഷ് ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഒരു ഇംപ്രസ്ഡ് സിസ്റ്റം അനുസരിച്ചാണ്. ഇംപ്രസ്ഡ് മീൻസ് അഡ്വാൻസ് തുക. ആദ്യമേ തന്നെ ചെലവാക്കാനുള്ള തുക എന്താണ്? മെയിൻ ക്യാഷ്യർ പെറ്റി ക്യാഷ്യർക്ക് അഡ്വാൻസ് ചെയ്യുന്നത് കൊണ്ടാണ് ഈ പെറ്റി ക്യാഷ് ബുക്കിന് നമ്മൾ എന്താ പറയുന്നത്? ഇംപ്രസ്ഡ് സിസ്റ്റം. എപ്പോഴും ഓർമ്മിക്കുക, പെറ്റി ക്യാഷ് ബുക്ക് ഈസ് മെയിൻറ്റെയിൻഡ് അണ്ടർ ഇംപ്രസ്ഡ് സിസ്റ്റം. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം വീണ്ടും വേറൊരു പോർഷനുമായിട്ട്. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. താങ്ക് യു.